തിരിച്ചു. ഓക്കെ ജോമനെ ഇപ്പോൾ തകർത്ത് വാഴ ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോമോന് ഭയങ്കര ഫാൻസ് കൂടി എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ എങ്ങനെ പടക്കുതിരയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? പടക്കുതിരയിൽ അച്ഛൻ്റെ ഫ്രണ്ടായിട്ട് ചെറുപ്പമുറയുള്ള ഫ്രണ്ടിൻ്റെ ക്യാരക്ടർ അടിപൊളിയായിരിക്കും. ഞാൻ അച്ഛനും ആദ്യമായിട്ടാണ് അച്ഛൻ്റെ ഫ്രണ്ടായിട്ടുള്ള ക്യാരക്ടറാണ്. ഞാനും അച്ഛനും ആദ്യമായിട്ട് നേരത്തെ കാണുന്നതും കോമഡി അല്ല, ഫുൾ കോമഡി പരിപാടി. ഫുൾ കോമഡി അഖിലേട്ടാ, ഗുരുവായൂർ അമ്പലനാടിലെ ശേഷം പിന്നെ വീണ്ടും ചിന്തിക്കാൻ വേണ്ടി വരികയാണ്. ജോമോനായിട്ട് വീണ്ടും നിങ്ങൾ ഒരുമിച്ച് ഇതിലും അജു കെട്ടൊരു ഫ്രണ്ടിൻ്റെ ക്യാരക്ടറാണ്. നമ്മളൊരു ഗ്യാങ് ഉണ്ട്, ആ ഒരു ഗ്യാങ്ങിലുള്ള ഒരാളാണ്. അതുകൊണ്ടൊരു ഹ്യൂമർ പരിപാടികളാണ് ഈ പടം മൊത്തത്തിൽ പോകുന്നത്. നല്ല എൻ്റർടൈനറായി. അതാണ് പടത്തിൽ രണ്ട് മൈക്കാണ് എന്തോ ഉണ്ട് പറയാ പറഞ്ഞോ. ഇല്ല, ഒരുപാട് സന്തോഷം. പടക്കുതിര പേര് പറഞ്ഞാൽ ഇപ്പോൾ കോമഡി, ഞാൻ കഥ കേട്ടിട്ട് കോമഡി മാത്രമല്ല, അതിനകത്ത് കോമഡി ഒരു മോസ്റ്റ് ഓഫ് ദ ടൈം കോമഡി ഉണ്ടെങ്കിൽ പോലും നല്ലൊരു ത്രില്ലിംഗ് എലമെൻസ് കൂടെ ഉള്ളൊരു സംഭവമാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ്. അതിൻ്റെ ക്യാപ്ഷൻ തന്നെ ഫെനീസ് മെറ്റർ ആൻഡ് സോൾഡ് എന്ന് പറയുന്ന പോലെ പടക്കുതിര എന്നുള്ള പേര് മാത്രമല്ല, അതിനോട് ആ ക്യാപ്ഷനോട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഐഡിയ കിട്ടും. സോ എല്ലാം ഒരു വലിയ വിജയമാണെന്ന് വിചാരിക്കുന്നു. കേട്ടിടത്തോളം ഇത് സംഭവം പൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലായിടത്തും താങ്ക്സ് കേട്ടോ. ഒരുപാട് സന്തോഷം. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് പോകുന്നു. അല്ല, വാഴൻ്റെ ഒരു സക്സസ്. വാഴ നമ്മളിപ്പം തിയേറ്റർ ഇടയ്ക്ക് ഈ പടത്തിൻ്റെ ഷൂട്ട് ഇടയ്ക്ക് ഗ്യാപ്പുള്ളപ്പം തിയേറ്റർ വിസിറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിപാടിയൊക്കെ നടക്കുമ്പോൾ എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ കണ്ട്? നിങ്ങൾ ആരറിയാതെ പത്മയിലൊക്കെ ഒളിച്ചിരുന്ന് കണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എല്ലാ തിയേറ്ററും ഇല്ല, ഭയങ്കര ഹാപ്പിയാണ്. ആൾക്കാരെ അതിലൂടെ കണ്ടല്ലോ വാഴ. പിന്നെ റിലീസിനുണ്ട് എമ്മല്ലേ മൊത്തം റിലീസിനൊന്നും കണ്ടവരെല്ലാവരും വിളിച്ചത്. അപ്പോൾ പടക്കുതിര വാഴപുര ഒരു സക്സസ് ആവട്ടെ. ഉറപ്പായും പടം കണ്ട് എല്ലാം എക്സൈറ്റ്മെൻറ്റിലാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഹാപ്പിയാണ്. എല്ലാ തിയേറ്ററും ഇല്ലായിരുന്നു. അല്ല, നമ്മൾ കുറച്ചേ പത്മയിൽ ആരും അറിയാതെ പോയി ഇരുന്ന് കണ്ടിട്ടേ ആ ഫീല് കിട്ടാൻ വേണ്ടി പോയതാണോ? മാസ്ക് ഒക്കെ ശരിയാണ്. ഒരു തിരിച്ചു. ഓക്കെ ചേട്ടാ പറയട്ടോ. അവിടെ